നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കെ എ തുളസി മന്ത്രിപദത്തിൽ കോങ്ങാട് ഇടത് കോട്ട പൊളിച്ച് കെ എ തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ്. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിപദത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിലേറെ ദുരിതം മകനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ കെ എ തുളസിക്കും UDF സർക്കാരിനും അഭിനന്ദനം അറിയിച്ച് കോങ്ങാട് മണ്ഡലത്തിൽ മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാഭരണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തി പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ഷൊർണൂർ STU മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ലഡു വിതരണം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതി ഒളിവിൽ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അബ്ദുൾ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ. മെയ് 20-21 തീയതികളിലായി മനശ്ശേരിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാതായും കേരളത്തിൽ ഉടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്നും അഭിമന്യു. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷൊർണൂരിൽ അഭിനയക്കളരിക്ക് തുടക്കം. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കെ എ തുളസി മന്ത്രിപദത്തിൽ കോങ്ങാട് എന്ന ഇടത്ത് കോട്ട പൊളിച്ചാണ് കെ എ തുളസി എന്ന വനിതാ നേതാവ് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. തൃശ്ശൂർ ജില്ലയിൽ കെ എ അയ്യപ്പൻ്റെയും MK അമ്മിണിയുടെയും മകളായി ജനിച്ച കെ എ തുളസി 1994 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായാണ് പൊതുപ്രവർത്തനം തുടങ്ങിവെച്ചത്. 2004 KPCC എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 മുതൽ 23 വരെ AICC അംഗമായിരുന്നു. 2021 മുതൽ KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 2012 മുതൽ 17 വരെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. ചരിത്രത്തിൽ PGയും UGC സെറ്റ് യോഗ്യതയും നേടിയ തുളസി ദീർഘകാലമായി കോളേജ് അധ്യാപികയാണ്. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായ തുളസി കോളേജ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2000 മുതൽ 2005 വരെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ ചേലക്കര ഡിവിഷനിൽ അംഗമായിരുന്നു. 2001 ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്കും 2004 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഭർത്താവ് VK ശ്രീകണ്ഠൻ MP. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയും ടീം UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും തീരുമാനത്തെ സർവാത്മാ സ്വാഗതം ചെയ്യുന്നു. നിയുക്ത മന്ത്രി OJ ജനീഷിനെ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദിക്കുന്നതായും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിസ്ഥാനത്തിന്റെ സന്തോഷത്തിൽ OJ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിൽ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ പറഞ്ഞു. MLA ആയത് തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു എന്നും മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായിരുന്നുവെന്നും പുഷ്പ കൂട്ടിച്ചേർത്തു. മന്ത്രിയാകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. MLA സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു MLA സ്ഥാനം കിട്ടിയത് അല്ലേ. ഇപ്പം ഭയങ്കര സന്തോഷം മന്ത്രിയായാൽ. എന്താണ് ആ പിന്നിട്ട വഴികളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നിട്ട വഴികൾ പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് ഞാനും വിഷമിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ വരാണ്ടും തല്ലുകൊണ്ട് ആശുപത്രികളിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഭയങ്കര സന്തോഷം. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മിയും പറഞ്ഞു. പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടി. ഭയങ്കര സന്തോഷം. അതിന്റെ ഒപ്പം ഒരു ഭാഗ്യം കൂടി ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തോന്നുന്നുണ്ട് മോൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവന് ഭാഗ്യം ഉദിച്ചേക്കണത്. അതെ, ഭാഗ്യത്തിനല്ല, ആളിതിലേക്ക് ഇൻവെസ്റ്റ് ഇത്ര നാളത്തെ ആളുടെ എഫേർട്ടും ടൈമും എല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത്രയും ജെന്യൂൻ ആയിട്ടൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ കരുതിയുള്ളൂ. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ കെ എ തുളസി ടീച്ചർക്കും UDF സർക്കാരിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ച് കോങ്ങാട് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും UDFന്റെ നേതൃത്വത്തിൽ മധുര വിതരണം ചെയ്തു. മണ്ഡലം രൂപീകരിച്ചതു മുതൽ LDFന് ഒപ്പം നിന്ന കോങ്ങാട്ടിൽ അട്ടിമറിയിലൂടെയാണ്
തുളസി ടീച്ചർ വൻ വിജയം നേടിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാരോഹണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയും പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ, കൗൺസിലർമാരായ ഷൈനി സജിത്ത്, പ്രിയ വെങ്കടേഷ്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, വി ഷജിത് കുമാർ, കെ മോഹൻദാസ്, ഹക്കീം പുത്തൂർ, മനോജ് എം, ബി ഷിബു എന്നിവർ നേതൃത്വം നൽകി. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പങ്കുവച്ച് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഡു വിതരണം ചെയ്തു. കാൽനട യാത്രക്കാർ, വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസരം, ഓട്ടോ സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലായാണ് ലഡു വിതരണം ചെയ്തത്. മുനിസിപ്പൽ പ്രസിഡന്റ് അലി, സെക്രട്ടറി ജലീൽ, ജോയിന്റ് സെക്രട്ടറി നൌഷാദ്, ട്രഷറർ സലീം എന്നിവർ നേതൃത്വം നൽകി. മണത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ വാഹനാപകടം. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ 75 വയസ്സുള്ള രാജലക്ഷ്മി, 78 വയസ്സുള്ള വിലാസിനി എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ രാജലക്ഷ്മി, വിലാസിനി എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷീജ ഗുരുതരാവസ്ഥയിലാണ്. 5 പേരടങ്ങുന്ന സംഘം പാലക്കാട്ടേക്ക് വിവാഹത്തിന് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപമുള്ള വട്ടുപുള്ളി അനീഷാണ് കൊല്ലപ്പെട്ടത്. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിനു സമീപം വട്ടപ്പുള്ളി 47 വയസ്സുള്ള അനീഷാണ് കൊല്ലപ്പെട്ടത്. കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് അനീഷിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. എക്സൈസിൽ പാചക തൊഴിലാളിയാണ് അനീഷ്. കൊലപാതകത്തെ തുടർന്ന് അനൂപ് ഒളിവിൽ പോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അബ്ദുൾ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിൻ്റെ പിടിയിലായി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊരട്ടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസുൽദുൽ ഇസ്ലാം എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം ഇയാളെ ഹെറോയിനുമായി പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അസുൽദുൽ ഇസ്ലാം 2025 ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു കേസിലെ പ്രതിയാണ്. കോട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബുള്ള, ഡാൻസ് ഓഫ് GSമാരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ PM, ASIമാരായ റജി AU, ബിനു MJ, CPO ശ്രീജിത്ത് EV, പ്രൊബേഷണറി SI അരുൺ, GSI ജോയ്, GASI ഷിജോ, സീനിയർ CPOമാരായ നിഖിൽ, ആന്റണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026ന്റെ ഭാഗമായി ഷൊർണൂരിൽ അഭിനയ പരിശീലന കളരിക്ക് തുടക്കമായി. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പരിശീലന കളരി ഉദ്ഘാടനം ചെയ്ത MR മുരളി പറഞ്ഞു. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 20-21 തീയതികളായി മനശ്ശേരിയിൽ സംഘടിപ്പിക്കും. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026ന്റെ ഭാഗമായാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ ജനബേരിയിൽ അഭിനയ പരിശീലന കളരിക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കം കുറിച്ചത്. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക കേന്ദ്രം ചെയർമാൻ MR മുരളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകം പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി പറഞ്ഞു. നാടകം എന്നതിന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ലോകത്താകെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്താകെ നാടകം ഇന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വലിയ നാടക പാരമ്പര്യം, കേരളത്തിൻ്റെ നാടക പാരമ്പര്യം സാധാരണ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചതാണ് കേരളത്തിൻ്റെ നാടക പാരമ്പര്യം. ജീവിതത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നാടകങ്ങൾ വലിയ പങ്ക്. സാധാരണ മനുഷ്യന് ഒരു ജീവിത അവബോധം ഉണ്ടാക്കി കൊടുക്കാനും ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാനും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് നിശ്ചയിക്കാനുമൊക്കെ പ്രേരണയായി സഹായകമായി നാടകം നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചു. ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. രാജീവ് പിള്ളത്ത്, ദിനേശ് ബാബു, അനന്തകുമാർ, പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി ജനബേരി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അഭിനയ പരിശീലന കളരി സംഘടിപ്പിച്ചിരിക്കുന്നത്. 25 പേർ
പരിശീലനത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ പറഞ്ഞു. മെയ് 20-21 തീയതികളിൽ മനശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുമെന്ന് അഭിമന്യു STVയോട് പറഞ്ഞു. വരും വർഷങ്ങളിൽ വലിയ സ്വപ്നത്തോടു കൂടിയാണ് ഈ ഫെസ്റ്റിവലിനെ നോക്കിക്കാണുന്നെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അഭിമന്യു കൂട്ടിച്ചേർത്തു. കേരളത്തിലെ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള തിയേറ്റർ ഫെസ്റ്റിവലാക്കി ഇതിനെ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഡക്ഷൻസ് തന്നെ നമ്മൾ അണിനിരത്തിയിട്ടുണ്ട്. ജോബ് മഠത്തിൻ്റെ മാടൻ മോഷവും അരുൺ ലാലിൻ്റെ കൂക്കുവും അതിന് പുറമെ ജനബേരിയുടെ ഭൂതക്കണ്ണാടിയും ഒരു റൂട്ട്സ് തിയേറ്റർ എൻസംബിൾ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് അടങ്ങുന്ന ഒരു 4 പെർഫോമൻസുകൾ അടങ്ങുന്ന ഒരു ഫെസ്റ്റിവലാണ് 2 ദിവസം നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സ് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ് 3 days ആയിട്ട് ജനുവരിയിൽ നടക്കണം. അങ്ങനെ ഒരു വലിയൊരു പരിപാടി നമ്മൾ ഇത്തവണ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ ജനബേരിയുടെ ഭൂതക്കണ്ണാടി എന്ന നാടകവും ഫെസ്റ്റിവലിലുണ്ട്. ആദ്യ നാടകം മരുതൻ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ മാടൻ മോക്ഷം നാടകമാണ്. കേരളത്തിൽ ഉടനീളമുള്ള വിവിധ നാടക പ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുമെന്നും സംവിധായകരുമായി പ്രത്യേക ചർച്ചകൾ നടത്തുമെന്നും അഭിമന്യു പറഞ്ഞു. അതായത് ആലപ്പുഴയിൽ നിന്നുള്ള ജോബ് മഠത്തിൽ സംവിധാനം ചെയ്യുന്ന മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകമാണ് ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം കുഹു എന്ന് പറയുന്ന അരുൺലാലിൻ്റെ ലിറ്റിലർ തിയേറ്ററിൻ്റെ അരുൺലാൽ സംവിധാനം ചെയ്യുന്ന നാടകമാണ് 2ാമത്തെ. പിന്നെ ഇതിൽ വർക്ക്ഷോപ്പിൽ പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സായിട്ട് ഇപ്പോൾ ജോബും അരുൺലാലിനും പുറമെ ശ്രീജ ആറങ്ങോട്ടുകര, അതുപോലെ വരുൺ മാധവ്, കടമ്പഴിപ്പുറം നാട്യശാസ്ത്രയിലെ വരുൺ മാധവ്, പാഠശാലയിലെ ശ്രീജ ആറങ്ങോട്ടുകര തുടങ്ങി പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കേരളത്തിൽ നിന്നുടനീളമുള്ള വിവിധ നാടക പ്രേമികളും ആസ്വാദകരും ഒക്കെ ഈ ഫെസ്റ്റിവലിന് എത്തിച്ചേരുന്നുണ്ട്. അതിന് പുറമെ നാടകത്തിന് ശേഷം ഡയറക്ടേഴ്സ് മീറ്റും ഉണ്ടായിരിക്കും. ഓരോ സംവിധായകരായിട്ടും പ്രത്യേക ഡിസ്കഷൻ വേറെ ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉടമയും തൊഴിലാളികളും കൈകോർത്തോടെ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുമോദനം സംഘടിപ്പിച്ചു. മണ്ണൂരിലെ സാമൂഹ്യ പ്രവർത്തകൻ വിശ്വംഭരൻ പത്തിരിപ്പാലയാണ് പത്തിരിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സമ്പൂർണ്ണ A+ നേടിയ 14 വിദ്യാർത്ഥികളെ വില കൂടിയ കേക്കും ഉപഹാരവും നൽകി ആദരിച്ചത്. മണ്ണൂരിലെ സെന്റർ പോയിന്റ് ബേക്കറി ഉടമയും സാമൂഹ്യ പ്രവർത്തകനുമായ വിശ്വംഭരനും ജോലി ചെയ്യുന്ന തൊഴിലാളികളും ചേർന്ന് ഒരു ദിവസത്തെ വേതനം അനുമോദനത്തിലേക്കുള്ള ചിലവിലേക്ക് നീക്കിവെക്കുകയായിരുന്നു. അനുമോദന സദസ്സ് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. വിശ്വംഭരനും തൊഴിലാളികളെയും സുമനസിനെ ബഹുമാനിക്കുന്നതായും ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാതൃക കണ്ടിട്ടില്ലെന്നും മറ്റുള്ളവർക്കും ഇത് മാതൃകയാക്കാമെന്നും ഉദ്ഘാടകൻ TR ശശി പറഞ്ഞു. 3ാമത്തെ തവണയാണ് 100% വിജയം നേടുന്നത്. 3 തവണയും HM അനിത ടീച്ചറായിരുന്നു. ആ 3 തവണയ്ക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടു. ആ വിദ്യാർത്ഥി പരാജയപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ കുട്ടി പരീക്ഷ എഴുതിയില്ല. ആ കുട്ടി പരീക്ഷ എഴുതാണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കില്ലല്ലോ. പക്ഷെ അന്ന് PTA പ്രസിഡന്റ് ഞാനായിരുന്നു. എനിക്കത് വളരെ സങ്കടം ഉണ്ടായിരുന്നു. അതായത് ഒരു വിദ്യാർത്ഥി തോൽക്കുകയും ചെയ്ത് ഞാനാണ് PTA പ്രസിഡന്റ്. എനിക്കത് വളരെ സങ്കടമുണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി പത്തിരിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക അനിത മുഖ്യാതിഥിയായി. PTA-യും അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് GVHSSൽ നിന്നും 100% വിജയത്തിലെത്താനായതെന്നും HM അനിത പറഞ്ഞു. സ്ഥാപന ഉടമയെയും ജീവനക്കാരെയും അഭിനന്ദിച്ചു. വാർഡംഗം നൂർജഹാൻ, N തങ്കപ്പൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, സാമൂഹ്യ പ്രവർത്തകൻ വിജയൻ നഗരിപ്പുറം, സ്ഥാപന ഉടമ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് A+ നേടിയ 14 വിദ്യാർത്ഥികൾക്ക് കേക്കും ഉപഹാരവും പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനിച്ചു. അരുന്ധതി കൃഷ്ണ, അതുല്യ, ഫർസാന, ജ്യോതിഷ, കൃഷ്ണപ്രിയ, മുനീറ, നബീസുത്തുൽ സൈനബ, സ്നേഹ, ഗൗരിലക്ഷ്മി, തന്മയ, വൈഷ്ണ, അമീർ, അനന്തകൃഷ്ണ, മിഥുൻ H നായർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ആദരം നൽകിയത്. ആദരവിന് വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കഥാകൃത്ത് TP വേണുഗോപാൽ അർഹനാഥായി ട്രസ്റ്റ് ചെയർമാൻ ശെൽവരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. TP വേണുഗോപാലിൻ്റെ തുന്നൽക്കാരൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം.
25,000 രൂപ, ഫലകം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്ന പുരസ്കാരം ജൂൺ 7 മുണ്ടൂരിൽ നടക്കുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനത്തിൽ സമർപ്പിക്കും. സമകാലിക കേരള ജീവിതത്തിലെ പുറംമോടികളെയും അരാഷ്ട്രീയത്തെയും ചരിത്രബോധത്തെ മൂല്യച്യുതികളെയും നിശിതമായി വിമർശിക്കുന്ന വേണുഗോപാൽ സർഗാത്മകമായും സൂക്ഷ്മമായും സാമൂഹിക സമസ്യകളെ വിശകലനം ചെയ്യുന്നുണ്ടെന്നും ജൂറി അംഗങ്ങളായ വൈശാഖൻ, ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ എന്നിവർ വിലയിരുത്തിയതായും സെൽവരാജ് പറഞ്ഞു. സമകാലിക കേരളീയ ജീവിതത്തിലെ പുറംപോടിപ്പുളമ്പുകളെയും അരാഷ്ട്രീയതയെയും ചരിത്രബോധരാഹിത്യത്തെയും മൂല്യച്യുതികളെയും നിശിതമായി വിമർശിക്കുന്ന കഥകളാണ് വേണുഗോപാലൻ്റേത്. അതേസമയം കേരളം ഒരു ചരിത്രം നിർമ്മിച്ചത് എങ്ങനെയെന്ന സർഗാത്മകമായ അന്വേഷണവും ഈ കഥകളിൽ പ്രകടമാണ്. ഇത്തരം പ്രത്യക്ഷത്തിനപ്പുറം നിൽക്കുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സമസ്യകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ശില്പഭദ്രതയും വേണുഗോപാലൻ്റെ കഥകളിൽ പ്രകടമാണെന്ന് ജൂറി വിലയിരുത്തുന്നു. ജൂൺ 7 മുണ്ടൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമർപ്പിക്കും. സമ്മേളനം പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും. മാനേജിംഗ് ട്രസ്റ്റി P. ചന്ദ്രശേഖരൻ, ട്രസ്റ്റ് അംഗങ്ങളായ VP ശശികുമാർ, V. രഘുനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണാശ്ശേരി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷ്ഠാപന മഹോത്സവവും ദ്രവ്യകലശാഭിഷേകവും നാളെ മുതൽ ആരംഭിക്കും. കരിയന്നൂർ ബൗത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാരണാശ്ശേരി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശാഭിഷേകവും 3 ദിവസങ്ങളായിട്ടാണ് സംഘടിപ്പിക്കുക. 19 ചൊവ്വാഴ്ച ചടങ്ങുകൾക്ക് തുടക്കമാകും. അന്നേ ദിവസം കലവറ നിറയ്ക്കൽ നടക്കും. 2-ാം ദിവസമായ 20 ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ബിംബശുദ്ധി, കലശപൂജ, ദ്രവ്യകലശപൂജ, വൈകിട്ട് അധിവാസഹോമം തുടങ്ങിയ ചടങ്ങുകളും നടക്കും. 21 വ്യാഴാഴ്ച 3-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, അധിവാസം, വിടർത്തിപൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയവയും നടക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഭഗവതിയുടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് സർവൈശ്വര്യ പൂജയും ഉണ്ടായിരിക്കും. 3 ദിവസത്തെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ബൗത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KA തുളസി മന്ത്രിപദത്തിൽ കോങ്ങാട് ഇടത് കോട്ട പൊളിച്ച് KA തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ്. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിപദത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികൾ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ KA തുളസിക്കും UDF സർക്കാരിനും അഭിനന്ദനം അറിയിച്ച് കോങ്ങാട് മണ്ഡലത്തിൽ മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാഭരണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയും പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ഷൊർണൂർ STU മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ലഡു വിതരണം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതി ഒളിവിൽ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അബ്ദുൾ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ. മെയ് 20-21 തീയതികളിലായി മനശ്ശേരിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും കേരളത്തിൽ ഉടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്നും അഭിമന്യു. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷൊർണൂരിൽ അഭിനയക്കളരിക്ക് തുടക്കം. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.